പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ട് മുഴുവൻ മന്ത്രിമാരുടെയും പ്രമാണിമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് രാജാവിനെതിരെ സംസാരിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതിൽ തന്നെ ശരിയുണ്ട് എന്ന് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നുകയും കൂടി ചെയ്താലോ? ഇതായിരുന്നു മൂസ നബി ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മൂസ നബിയും ഫിർഔനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു വെച്ചതല്ലേ. ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ആദ്യം ഫിർഔൻ കുറച്ച് മയത്തിലൊക്കെ മൂസ നബിയെ കേട്ട് ആരാണ് മൂസ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് എന്നൊക്കെ ചോദിച്ചറിയുന്ന മൂഡിലായിരുന്നു. അങ്ങനെ റബ്ബ് അതാണെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ജനറേഷൻ ഒക്കെയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ടോണിലായിരുന്നു ഫിർഔനിന്റെ സംസാരം. സൂറത്തു ത്വാഹയിലെ ആയത്തുകളായിരുന്നു അത്. പക്ഷെ സൂറത്തു ശുഅറയിലേക്ക് വരുമ്പോഴേക്കും ഫിർഔനിന്റെ ടോൺ മാറി. ഏത് പ്രപഞ്ചനാഥന്റെ കാര്യമാണ് മൂസ നീ പറയുന്നത്? മൂസ, നിനക്ക് ഭ്രാന്താണ്, ഇനിയും നീ അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയുടെ സ്വരമായിട്ട് മാറിയിരുന്നു അത്. ഡു യു നോ വൈ? ബിക്കോസ് ആ കോൺവെർസേഷൻ നടന്നത് വലിയൊരു സദസ്സിലായിരുന്നു. ഫിർഔനിന്റെ കീഴിലുള്ള മുഴുവൻ മന്ത്രിമാരും പ്രമാണിമാരും അടങ്ങുന്ന വലിയ അസംബ്ലിയിലാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ഫിർഔൻ തൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റരുത് എന്ന് നിർബന്ധം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പൊ മൂസ നബിയെ ഫിർഔൻ വാൺ ചെയ്തു, എന്നെ ഭീഷണിപ്പെടുത്തരുത് എന്ന സ്വരം കൂടെ അതിലുണ്ടായിരുന്നല്ലേ. പക്ഷെ ഇതൊന്നും മൂസ നബിയെ തളർത്തിയിട്ടേയില്ല. മൂസ നബി തിരിച്ചു ചോദിച്ചല്ലോ, ഞാൻ വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവന്നാലും, ഞാൻ നിനക്ക് അങ്ങനെ ഒരു മുബീൻ അല്ലെ വ്യക്തമായിട്ടുള്ള തെളിവ് കൊണ്ടുവന്നാലും നീ എന്നെ തടവിലാക്കുമോ? ഈവൻ ഇഫ് ഐ പ്രൊവൈഡഡ് യു വിത്ത് ക്ലിയർ എവിഡൻസ് ഓഫ് ദാറ്റ് ട്രൂത്ത്, അപ്പോഴും നീ എന്നെ തടവിലാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് മൂസ. ഫറോവയെ അസ്വസ്ഥനാക്കാനും ചുറ്റുമുള്ള സദസ്സിന് മുന്നിൽ ഫിർഔനിന്റെ വായടപ്പിക്കുവാനുമാണ് മൂസ നബി അങ്ങനെ ഒരു ചോദ്യത്തിലൂടെ ആഗ്രഹിച്ചത്. അങ്ങനെ ഫറോവയുടെ മുമ്പിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ മൂസ നബിയെ തെളിവ് കാണിക്കാൻ അനുവദിക്കാതെ തടവിലാക്കാം, അല്ല നീ തെളിവൊന്നും കൊണ്ടുവരണ്ട, നിന്നെ ഞാൻ എന്നാലും തടവിലാക്കും എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് വുഡ് എക്സ്പോസ് ഫിറോൺസ് ഫിയർ ടു ദ അസംബ്ലി അല്ലേ. എന്തോ മൂസ കൊണ്ടുവരുന്ന എന്തിനെയോ ഒന്ന് ഫിറോൻ ഭയക്കുന്നുണ്ട് എന്ന് ആ അസംബ്ലിയിലുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാകും. അപ്പൊ ഇനി അതല്ലെങ്കിലുള്ള വഴി അത് കാണിക്കാൻ മൂസ നബിയെ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സത്യം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് വാസ് എ വൈസ് ആൻഡ് സ്ട്രാറ്റജിക് മൂവ് ബൈ മൂസ അലൈഹിസ്സലാം. അങ്ങനെ പ്രിറ്റൻഡിങ് ടു ബി ഒബ്ജക്റ്റീവ്, ആ മിറാക്കിൾ കാണിക്കാൻ സമ്മതിക്കാൻ ഫറോവ നിർബന്ധിതനാവുകയാണ് ചെയ്യുന്നത്. ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ അത് കൊണ്ടുവാ, നീ സത്യസന്ധരിൽപ്പെട്ടവനാണ് എങ്കിൽ എന്ന് ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനോട് ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് മൂസ അലൈഹിസ്സലാം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിൽ തവക്കുല് ചെയ്തുകൊണ്ട് സീനാ പർവ്വതത്തിലെ തുവാ താഴ്വരയിൽ വെച്ച് ആ അനുഗ്രഹീത രാത്രിയിൽ തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന 2 ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, മൂസ അലൈഹിസ്സലാം അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ്. നമുക്കൊന്ന് ആ ഭാഗം ഓതി നോക്കാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون صدق الله العلي العظيم. അവൻ ഇത് പറയേണ്ട താമസം മൂസ അലൈഹിസ്സലാം തൻ്റെ വടി എറിഞ്ഞു. ഫഅൽഖാ അസാഹു, മൂസ അലൈഹിസ്സലാം തൻ്റെ വടി എറിഞ്ഞു. ഫഇദാ ഹിയ സുഅബാനുൻ മുബീൻ, അപ്പോഴേക്കും അതായി എന്തായി? സുഅബാനുൻ മുബീൻ, അത് ശരിക്കുമുള്ള ഒരു സർപ്പമായി തീർന്നു, ഇഴയുന്ന പാമ്പായി മാറിയത് എന്ന്. വനസഅ യദഹു, എന്നിട്ടോ അദ്ദേഹം തൻ്റെ കൈ കക്ഷത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുത്തു. ഫഇദാ ഹിയ, അപ്പോഴേക്കും അതാ ബൈദാ ലിന്നാളിരീൻ, കാണുന്ന ആളുകൾക്ക്, നാളിരീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർക്കൊക്കെയും അത് ബൈദാ, തിളങ്ങുന്നതായി പ്രകാശമുള്ളതായി കാണുന്നു. ഫറോവയും ചുറ്റുമുള്ളവരുമൊക്കെ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഒരു മരത്തിന്റെ വടി ചലിക്കുന്ന ജീവനുള്ള പാമ്പായി മാറി. മൂസ നബിയുടെ തവിട്ട് നിറത്തിലുള്ള ബ്രൗൺ ഹാൻഡ് അദ്ദേഹത്തിന്റെ കക്ഷത്ത് നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും തിളങ്ങുന്ന പ്രകാശിക്കുന്ന പ്രകാശത്തിന്റെ നിറമുള്ള കൈയായി മാറുന്നു. സോ ദീസ് 2 signs,
the staff and the hand. Staff എന്ന് പറയുമ്പോൾ വടി, and the hand. These are to prove that divinity and lordship belong to none but Allah subhanahu wa ta'ala. സൃഷ്ടാവായ അള്ളാഹു ആണ് ഉണങ്ങിയ തടിക്കഷ്ണത്തിന് ജീവൻ നൽകി അതിനൊരു പാമ്പാക്കി മാറ്റിയത്. പിന്നീട് അതിൽ നിന്ന് ജീവൻ തിരിച്ചെടുത്ത് പഴയതുപോലെ അതിനൊരു ഉണങ്ങിയ വടിയാക്കി മാറ്റിയതും ആരാണ്? അത് അള്ളാഹു ആണ്. മൂസാ നബിയുടെ ചെയ്ത്തല്ല അത്, അല്ലേ? അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. മൂസാ നബിയുടെ ബ്രൗൺ ഹാൻഡ്, തവിട്ട് നിറത്തിലുള്ള ആ കൈയെ ശരീരത്തിന്റെ നിറത്തിൽ നിന്ന് വ്യത്യസ്തമായി തിളങ്ങുന്ന, ബ്രൈറ്റൻ ചെയ്തിട്ടുള്ള, പ്രകാശിക്കുന്ന ഒരു കൈയാക്കി മാറ്റിയതും പിന്നീട് അതിനെ പഴയതുപോലെ തന്നെ അതിൻ്റെ ആദ്യമേയുള്ള നിറത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ആരാണ്? അള്ളാഹു ആണ്. ഫിർഔൻ വാദിക്കുന്നത് പോലുള്ള ഒരു ദൈവമാണ് എങ്കിൽ, ഞാനാണ് ദൈവം, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഫിർഔനിന് കഴിയണമായിരുന്നു. പക്ഷേ ഫിർഔൻ അതിന് സാധിക്കില്ല. Also, this is a practical confirmation from Allah subhanahu wa ta'ala for Musa's claim of prophethood. മൂസ അലൈഹിസ്സലാം പ്രൊഫറ്റ് ആണ് എന്നുള്ളതിനുള്ള ഒരു പ്രാക്ടിക്കൽ കൺഫർമേഷൻ കൂടിയാണ്, അല്ലേ? ഏതായാലും ഇതൊക്കെ കണ്ട് ഫിർഔൻ ഞെട്ടി. അങ്ങനെ ഫിർഔനിന് ഭയമുണ്ടായിരുന്നു. എങ്ങാനും കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ട് അള്ളാഹുവിലും മൂസയിലും വിശ്വസിച്ചു പോകുമോ എന്ന്. ഫിർഔന് വേഗം മൂസ ഒരു മാന്ത്രികനാണ് എന്ന് ആരോപിച്ചു. He said to the nobles around him, قال للملأ حوله, ഫറവോൻ ചുറ്റുമുള്ള പ്രമാണിമാരോടൊക്കെ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇന്ന ഹാദാ, തീർച്ചയായും ഇത് ലസാഹിറുൻ അലീം, പഠിച്ച ആഭിചാരകനാണ്, അഥവാ പഠിച്ചൊരു മജീഷ്യനാണ്. യുരീദു ഐ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, ഐ യുഖ്രിജകും, നിങ്ങളെ പുറത്ത് കടത്താൻ, മിൻ അർദികും, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്, ബിസിഹ്രിഹി, അവൻ്റെ മാജിക് കൊണ്ട്, ആഭിചാരത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ജനിച്ചു വളർന്നിട്ടുള്ള നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറന്തള്ളാനാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഫിർഔൻ ആരോപിക്കുകയാണ്. ഫമാദാ തഅ്മുറൂൻ, എന്നിട്ട് ആളുകളോട്, അഥവാ മലഇനോട്, അവിടെയുള്ള പ്രമാണിമാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ മൂസ അലൈഹിസ്സലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ഇത് മൂസ ഒരു മാന്ത്രികനാണ്, അല്ലെങ്കിൽ ആഭിചാരകനാണ്, മജീഷ്യനാണ് എന്ന് പറയുന്നതും, അല്ലേ? ഇത് ഫിർഔനിന്റെ ആരോപണങ്ങളിലുള്ള കോൺട്രഡിക്ഷൻസിന്റെ തെളിവാണ്. ആദ്യം പറഞ്ഞു മൂസ ഒരു ഭ്രാന്തനാണ് എന്ന്, പിന്നെ പറയുന്നു മാന്ത്രികനാണെന്ന്. ശരിക്കിതിൽ ഏതാണ് ശരി? ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവിടെ പ്രധാനമേ അല്ല. ആരോപണം ഇങ്ങനെ ഉന്നയിക്കുക, അക്യൂസ് ചെയ്യുക, അതിനുശേഷം അപമാനിക്കുക, ചീത്ത വിളിക്കുക, ഇത് മാത്രമാണ് ഫിർഔനിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ മാന്ത്രികൻ എന്ന് അക്യൂസ് ചെയ്യുക മാത്രമല്ല ഫിർഔൻ ചെയ്തത്, മറിച്ച് തൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ആളുകളെയും, പ്രമുഖരായിട്ടുള്ള ആളുകൾ, അൽ മല എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്, ആ മലകളെയൊക്കെ മൂസാ നബിക്കെതിരെ തിരിച്ചുവിടാൻ ഫിർഔൻ ചെയ്ത ഒരു നീക്കം കൂടിയാണിത്. മല എന്ന് പറഞ്ഞാൽ ആരാണ്? ഫിർഔന്റെ പേരിൽ ഭരണം നടത്തുകയും ജനങ്ങളെ ഒക്കെ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന രാജ്യത്തെ ഉയർന്ന ഓഫീസേഴ്സാണ് ഇവർ. അവർക്ക് ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവരാഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ ജനങ്ങളെ മാറ്റാൻ അവർക്ക് കഴിയും. അതിനുള്ള അതോറിറ്റി ഫിർഔൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം സ്വന്തം താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്, ലാഭങ്ങൾ നേടാൻ വേണ്ടി കൂടിയിട്ടാണ് ഫിർഔന്റെ കൂടെ ഈ മല നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരത് ആഗ്രഹിക്കുന്നത്. സോ ഈ വീക്ക്നെസ് ആർക്കറിയാം? ഫിർഔനിനും നന്നായിട്ട് അറിയാം. അപ്പോൾ ആ വീക്ക്നെസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫിർഔൻ ഈ മലഇനോട്, പ്രമാണിമാരോട് പറയാണ്, ഇതൊക്കെ മൂസ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. മൂസ അലൈഹിസ്സലാം, അല്ലെങ്കിൽ മൂസയുടെ ഈ ദഅവത്ത് വഴിയും ഈ മാജിക് വഴിയും ഒക്കെ ഭീഷണി നേരിടുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പൊസിഷൻസ് ആൻഡ് ഗെയിൻസ് ആർ ഇൻ ഡയറക്റ്റ് ഡേഞ്ചർ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, മൂസയെ ജനങ്ങളുമായി സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ, ഹി വിൽ എലിമിനേറ്റ് യു, ഹി വിൽ ഡ്രൈവ് യു ഔട്ട് ഓഫ് യുവർ ലാൻഡ്, ഹി വിൽ എക്സ്പെൽ യു ഫ്രം യുവർ കൺട്രി. അപ്പോൾ അതുകൊണ്ട് മൂസാക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഡ്യൂട്ടി അല്ല, നിങ്ങളുടെ തന്നെ ആവശ്യമാണ് എന്ന് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് ഫിർഔൻ അവിടെയുള്ള മലഇനോട്, പ്രമാണിമാരോട് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഫമാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഭരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും നേതൃത്വത്തിലും ഒക്കെ പ്രമാണിമാരെ കൂടെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ഞാൻ പങ്കാളികളാക്കുന്നുണ്ട് എന്ന് അഭിനയിക്കുകയാണ് ഫിർഔൻ, അല്ലേ? തനിക്കിനി സ്വയം രക്ഷയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ ഭയങ്കര ഡെമോക്രറ്റിക്കൽ ഒരു ഭരണാധികാരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും താഴും. ബിക്കോസ് ഹി ഈസ് ഇൻ ഡേഞ്ചർ, ഹി നോസ് ദാറ്റ്. ഫിർഔനോടൊപ്പം യോഗം ചേർന്നിട്ടുള്ള മുഴുവൻ പ്രമാണിമാരും കൂടി ആലോചിക്കാൻ തുടങ്ങി.
തുടർന്ന് അവരൊരു നിർദ്ദേശം പുറത്തേക്ക് വെച്ചു. മൂസ നബിയെയും സഹോദരൻ ഹാറൂനെയും തൽക്കാലം മാറ്റി നിർത്തുക, അവരൊന്ന് ഡിലേ ചെയ്യുക, മീൻസ് ടു ഡിലേ ദം ആൻഡ് പോസ്റ്റ്പോൺ എ ഫൈനൽ ഡിസിഷൻ ഓൺ ദ മാറ്റർ. അത് നമുക്ക് പിന്നീട് എടുക്കാം, ഈ കാര്യത്തിനുള്ള അന്തിമ തീരുമാനം നമുക്ക് എന്ത് ചെയ്യുക, വൈകിപ്പിക്കാം എന്ന് ഈ പ്രമാണിമാര് ഫിർഔനോട് നിർദ്ദേശിച്ചു, സജസ്റ്റ് ചെയ്തു. എന്നിട്ട് ദേ ഡിസൈഡഡ് ടു കോൾ മജീഷ്യൻസ് ഫ്രം വേരിയസ് സിറ്റീസ് അക്രോസ് ഈജിപ്റ്റ്. എന്തിനാണ്? മൂസ നബിയോട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. വെറും മാന്ത്രികന്മാരെയല്ല, മറിച്ച് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദ മജീഷ്യൻസിനെയാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ളൊരു മത്സരത്തിൽ ലേൺഡ് മാസ്റ്റേർഡ് മജീഷ്യൻസ് ആണെങ്കിലേ വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ എഫക്റ്റീവ് ആവുള്ളൂ അല്ലേ. ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഫിർഔനും പ്രമാണിമാരും എന്ത് ചെയ്തു? നല്ല ഇൻവിറ്റേഷൻ, നല്ല മീഡിയ വർക്ക് കൊടുത്തു, ആളുകളെ നന്നായി കൂട്ടി. ദേ ലോഞ്ച്ഡ് ആൻ ഇന്റൻസ് മീഡിയ ലൈക്ക് ക്യാമ്പയിൻ. ശരിക്കും നമ്മൾ ഇപ്പോൾ ഈ കാലത്ത് നടത്തുന്നത് പോലെയുള്ള ഒരു ക്യാമ്പയിനിങ് തന്നെ നടത്തി. എന്തിനാണ്? ഈ ഒരു ഈവെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂസ നബി വെറും ഒരു മന്ത്രവാദിയാണ്, അല്ലാതെ ദൈവദൂതനൊന്നും അല്ല എന്ന് ആളുകളെ തെളിയിക്കണ്ടേ. ദൈവം, മതം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് എന്നൊക്കെ ആളുകളോട് പറഞ്ഞ് പരത്തി നന്നായിട്ട് ഈ പറഞ്ഞ ഒരു ക്യാൻവാസിങ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ് നടത്തി. ഈജിപ്തിനെ നശിപ്പിക്കാൻ, ഇവിടെ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ പുറത്താക്കാൻ, ഫിർഔന്റെയും പ്രമുഖരുടെയും എല്ലാ അതോറിറ്റി ഉള്ള ആളുകളുടെയും നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് മൂസ എന്ന് പറഞ്ഞു പരത്തുക. മറ്റൊരു ഉദ്ദേശവുമില്ല മൂസയ്ക്ക് എന്ന് പറയാം. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഫിർഔൻ ഇങ്ങനൊരു വർക്ക് എടുത്തത് ശരിക്കും. കാരണം ജനങ്ങളോട് വിളിച്ച് പറയുകയാണല്ലോ, ജനങ്ങളെ ഒക്കെ ക്ഷണിക്കുകയാണല്ലോ. ഇതിൽ മൂസ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പരാജയപ്പെട്ടാൽ പിന്നെ മൂസന്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഞാനാണ് ദൈവം, അന റബ്ബുക്കുമുൽ അഅ്ല എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ കഴിയും. കുറച്ചുകൂടെ ജനങ്ങളുടെ വിശ്വാസം ലഭിക്കും. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും ഫിർഔൻ. അങ്ങനെ മജീഷ്യൻസിനെയും നന്നായി ക്യാൻവാസ് ചെയ്തു. മജീഷ്യൻസിനോട് പറയാണ്, ഇത് നാടിൻ്റെ ആവശ്യമാണ്, നിങ്ങളിത് ചെയ്യുന്നത് നാടിൻ്റെ ആവശ്യം കൂടിയായിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും മൂസയെ തോൽപ്പിക്കണം, നിങ്ങൾ അതിനുവേണ്ടി നന്നായി വർക്ക് ചെയ്യണം. അപ്പോൾ അവരോട് ഇത് നല്ല രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിർഔൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചത് എന്തും, മജീഷ്യൻസ് നിങ്ങൾ എന്ത് ചോദിച്ചോ അത് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറയാണ്. അപ്പോൾ ഇത് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ, നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ എന്താണോ ചോദിക്കുന്നത് അത് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ മജീഷ്യൻസ് ആവശ്യപ്പെടുന്നു, ഫിർഔനാണെങ്കിൽ നിങ്ങൾ ചോദിച്ചത് എന്തും തരും, ഇനി അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളായിരിക്കും നിങ്ങൾ എന്നുകൂടെ പറയുന്നുണ്ട്. അറിയില്ലേ, നമ്മളെ പൊളിറ്റീഷ്യൻസ്, ലീഡേഴ്സ്, ഇവരുടെയൊക്കെ വളരെ അടുത്തുള്ള ആളാവാൻ, അവരുമായിട്ടൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാവാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലേ. നല്ല പ്രിവിലേജ് ഉള്ള സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാകും, ആളുകളുടെ മുമ്പിൽ ഭയങ്കര പ്രൈഡ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നൽകാം എന്ന് ഫിർഔൻ എന്ത് ചെയ്യാണ്? ഈ മജീഷ്യൻസിനോട് വാഗ്ദാനം ചെയ്യാണ്. മൂസ നബി ആകട്ടെ ഇതൊന്നും കണ്ടിട്ട് തീരെ ഭയന്നില്ല, പേടിച്ചില്ല. വെറും ആലോചിച്ച് നോക്കൂ, ഒരു വടി മാത്രമാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ളത്. പക്ഷെ എല്ലാത്തിനും മുകളിൽ ഫിർഔനിനും അവിടെ കൂടിയിട്ടുള്ള മുഴുവൻ മജീഷ്യൻസിനും മുഴുവൻ ജനങ്ങൾക്ക് മുകളിൽ അള്ളാഹു മൂസ നബിയുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയരുടെ യൗമുസീന എന്ന് പറയുന്ന അഡോൺമെന്റ് ഡേ എന്നാണ് പറയുന്നത്. ഈ ഒരു ദിവസത്തെക്കുറിച്ച് മറ്റൊന്നും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് യൗമുസീന എന്ന് തന്നെ നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ദിവസം, ആ ദിവസമാണ് മൂസ നബി അലൈഹിസ്സലാം മത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. മൂസ നബിയോട് പറയുന്നുണ്ട്, ഏത് ദിവസമാണെന്ന് നീ ചൂസ് ചെയ്യ് മൂസ എന്ന് പറയുമ്പോൾ മൂസ നബി പറയുന്നത് ആ ദിവസമാണ്. എന്തിനാണത്? എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാവരും കൂടുന്ന ഒരു ദിവസം തന്നെ ഈ മത്സരം നടക്കണം എന്ന് മൂസ നബി തീരുമാനിക്കുന്നു. അങ്ങനെ ദുഹ, പ്രഭാത സമയത്ത്, രാവിലത്തെ സമയം തന്നെ നടത്താമെന്നും മൂസ നബി പറയാണ്. കാരണം ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ തന്നോട് മത്സരിക്കാൻ നിൽക്കുന്ന മായാജാലക്കാരോട് മൂസ നബി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അഥവാ മത്സരം തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് ഈ ജനങ്ങളോടല്ല, മുഴുവൻ ജനങ്ങളോടല്ല, മറിച്ച് അവിടെ കൂടിയിരിക്കുന്ന മജീഷ്യൻസിനോട് മൂസ നബി പറയുന്നുണ്ട്, അവരെ ഒന്ന് പരിഭ്രാന്തിയിലാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കാര്യം മനസ്സിലാവുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാകാനും, അതല്ലെങ്കിൽ അവരെ ഒന്ന് വീക്കൻ ചെയ്യാൻ, ത്രെട്ടൻ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, വൈലകും ലാ തഫ്തറു അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബിൻ വഖദ് ഖാബ മൻ ഇഫ്തറ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അത് വെറും മാജിക്കാണ് എന്ന് പറഞ്ഞ് കളവാക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ എങ്ങാൻ പറഞ്ഞാൽ
കൊടിയ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണല്ലോ, ആ കെട്ടിച്ചമയ്ക്കുന്നവരൊക്കെ ആലോചിച്ചോളൂ, അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾ മനിഫ്തറ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് ഒരു താക്കീത് മൂസ അലൈഹിസ്സലാം നടത്തുന്നുണ്ട്. ഇത് കേട്ടപാടെ മജീഷ്യൻസ് ഇങ്ങനെ രണ്ടായി തിരിഞ്ഞു. അതവരെ വല്ലാതെ ബേജാറാക്കി, അവരുടെ കോൺഫിഡൻസിനെ തകർത്ത് കളഞ്ഞു. കാരണം അവരുടെ വീക്ക്നെസ് എന്താണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. തങ്ങൾ വെറും മജീഷ്യൻസ് ആണ്, ഇത് കൃത്രിമമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കറിയാം? മജീഷ്യൻസിന് അറിയാം. മൂസ നബിയുടേതെങ്ങാൻ മാജിക് ആവാൻ സാധ്യതയുമില്ല എന്നും അവർക്കറിയാമായിരുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, മാജിക്കും അള്ളാന്റെ ദൃഷ്ടാന്തവും തമ്മിലുള്ള ഡിഫറൻസ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പബ്ലിക് ആവുമല്ലോ. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ തോറ്റുപോകുമല്ലോ. മൂസാ നബിയുടെ താക്കീത് ഇങ്ങനെയൊക്കെ ആലോചിച്ച് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ മായാജാലക്കാരിൽ തന്നെ മറ്റൊരു കൂട്ടർ, അഥവാ ഡിസ്റ്റർബ്ഡ് ആവാത്ത ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കൂട്ടരുണ്ടല്ലോ, അവർ എല്ലാവരെയും നന്നായി മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബേജാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഭയം ഉള്ളിൽ തോന്നിയിട്ടുള്ള മജീഷ്യൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. മൂസയും ഹാറൂനും വെറും 2 മജീഷ്യൻസ് ആണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ കള്ളം പറയാണ്, കെട്ടിച്ചമയ്ക്കാണ്. നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒരു ഭീഷണിയും അവരുണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി, നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പരമാവധി ഒരുമിച്ച് നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ കഥകൾ, ഈ സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി എന്തൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനും ഹാറൂൻ നബിക്കും. പ്രവാചകത്വം ലഭിക്കുന്നു, ഫിർഔനിന്റെ അടുക്കിലേക്ക് പോകുന്നു. ആ പോകുമ്പോൾ തന്നെ എങ്ങനെയുള്ള ഫിർഔൻ, എങ്ങനെയുള്ള ഈജിപ്തിലേക്കാണ് അവർ കടക്കുന്നത്. എന്നിട്ട് ഈ സംഗതി അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ എത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടി വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സംഭവിക്കേണ്ടി വരുന്നുണ്ടല്ലേ. ഇതൊക്കെ മറികടന്ന് എന്തൊക്കെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ജനങ്ങൾ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയുള്ള ജനങ്ങൾ അല്ലെ, മൂസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് കേട്ട് ഇങ്ങനെ ഒരു വലിയ കോമ്പറ്റീഷൻ ഈവന്റ് നടക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ് ഇതിന് ശേഷം എന്താണെന്ന് റിയലൈസ് ചെയ്ത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നൊക്കെ പറയുന്ന എത്ര ലോങ് പ്രോസസ്സാണ്. നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ തന്നെ, ഈ ലോകത്തെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും തുടങ്ങിയവരാണല്ലേ. അള്ളാഹുവിനോട് ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ ലഭിച്ചതിൽ അങ്ങേയറ്റം നന്ദി പറയണം എന്നുള്ളതാണ്. ചോദിക്കാതെ തന്നെ ഈമാനും ഇസ്ലാമും ഒക്കെ നൽകിയതിന്, ചോദിക്കാതെ തന്നെ അള്ളാഹു ആരാണ്, എന്നെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയതിന്, ഖുർആൻ സത്യമാണ് എന്ന് വിശ്വസിക്കാൻ സാധിച്ചതിന്, പ്രവാചക കഥകളൊക്കെ ഇതുപോലെ കേൾക്കാനും പഠിക്കാനും പറ്റുന്നതിന് ഒക്കെ അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവെ നിനക്ക് സ്തുതി അല്ലേ. മൂസാ നബിയുടെ ചരിത്രത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൻ്റെ ബാക്കി എന്താണ് സംഭവിച്ചത് എന്നത് ഇൻഷാ അള്ളാഹ് അടുത്ത സെഷനിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം കഥകളിൽ നിന്ന്, പ്രവാചക ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഈ പഠിച്ചതൊക്കെയും നമുക്ക് ഇൻഷാ അള്ളാഹ് ആഖിറത്തിലേക്ക് കൂടെ ഉപകാരപ്പെടുക. അത്തരത്തിലുള്ള ആളുകളായി മാറാൻ നമുക്ക് കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.